Yes, അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ ഡേയ്സിന്റെ ഫസ്റ്റ് ഡേ ബാംഗ്ലൂർ റീച്ച് ആയിട്ടുണ്ട്. യെസ്, ഓക്കെ. നടന്ന് പോയിട്ട് റൂം കണ്ടുപിടിക്കണം. Yes, ഇതാണ് റെയിൽവേ സ്റ്റേഷന്റെ ഒരു സൈഡ്. ഇവിടെ നിന്ന് നടന്നാണ് ഞങ്ങൾ പോവാൻ. എന്തായാലും അങ്ങനത്തെ ഷോസ് ഉണ്ട്. എന്താ വന്നില്ലേ? കൊറേ നടപ്പാണല്ലോ. എത്തും നേരത്തെ വണ്ടി തള്ളി കൊണ്ടുപോകണ്ടല്ലോ. വണ്ടി കൊണ്ടുവന്നല്ലേ. ദിസ് ആക്ച്വലി ഗുഡ്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ അവരെ കൊണ്ടേ പറ്റുള്ളൂ. ടാക്സ് നമുക്ക് ശരിക്കും അവിടെ റൂമുണ്ട്. അകത്ത് തന്നെ റീഫ്രഷ്മെന്റ് ഡോർമെറ്ററി പോലെ ഉണ്ട്. 100 രൂപയാണ് ഒരു മണിക്കൂറിന്. പിന്നെ അവിടെ ചായ സ്നാക്സ് ഒക്കെ കിട്ടും. പക്ഷെ ഞങ്ങൾ പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നടക്കുകയാണ്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ അതൊന്ന് കണ്ടുപിടിക്കട്ടെ. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ട് ഗ്ലാസിന്റെ വലിപ്പമുണ്ടോ? ഇത്ര ഉള്ള ഗ്ലാസ്. ഇത് ഞാൻ നേരത്തെ പോയ സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു. അടിപൊളിയല്ലേ? അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ പുള്ളി തന്നെ ഉണ്ടാക്കിയ അമ്പലമായിരിക്കും. മറ്റേ ഭരതനാട്യത്തിലൊക്കെ ഇട്ട് പുള്ളി അച്ഛനും അമ്മയും മാനൊക്കെ ഇട്ട് തുടങ്ങിയ അമ്പലമായിരിക്കും. റെയിൽവേ സ്റ്റേഷൻ തൊട്ടുണ്ടല്ലോ കേട്ടോ. ഇവിടെ ട്രെയിൻ നിർത്തിയിട്ടുണ്ട്. ഹരിയാസനം പറഞ്ഞാൽ ഇവിടെ ബാലാജി ആയിരിക്കും. ഇത് ബാലാജിയുടെ ഒരു റെസ്റ്റോറന്റ് ഫ്രണ്ടിൽ തന്നെ കേട്ടോ. ഞങ്ങള് പിന്നെയും ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനകത്തോട് നടക്കുവാണ്. ഇനി നേരിൽ പോയിട്ടാണ് ഫ്രഷപ്പ് റൂം കണ്ടുപിടിക്കും. ഇവിടെ കയറി കുറിച്ച് റെഡി ആയിട്ടാണ് ഭക്ഷണം കഴിക്കാൻ. അപ്പൊ ഓക്കെ, കുറിച്ചിട്ട് കഴിഞ്ഞാണ്. ഇത് സോപ്പ് മേടിച്ചപ്പോഴത്തേക്കും ഡോഗിന്റെ ഒറിജിനൽ കിട്ടി. നമ്മൾ ഉപയോഗിക്കുന്ന ഡോഗ് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇതാണ് ഒറിജിനൽ. ഇതാണ് റെയിൽവേ സ്റ്റേഷന്റെ അകത്ത് നമ്മള് ഇരിക്കുന്ന സ്ഥലമില്ലേ, ആ സ്ഥലം. ഞങ്ങൾ റൂം എടുക്കാൻ വേണ്ടിട്ട്, റൂമല്ല ഫ്രഷപ്പ് ആവാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് ആ സംഭവം. 3 മണിക്കൂറിന് 395 രൂപയുള്ളു. പക്ഷെ ഡോർമെറ്ററി അവിടെ എടുക്കുമ്പോൾ ഒരാൾക്ക് 1 മണിക്കൂറിന് 100 രൂപ. അപ്പൊ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടത്തെ എടുത്താൽ മതി. പക്ഷെ ഫുള്ളായിരിക്കും. മാക്സിമം അന്വേഷിച്ചു വേണം അവിടത്തെ എടുക്കാൻ. ഓക്കെ, ഇതാണ് ഞങ്ങൾ ഫ്രഷപ്പ് സ്ഥലം. ഞങ്ങളാകുമ്പോൾ തേച്ച് ഒരു ബെഡ് 3 പേർക്ക് വന്നിട്ട് സെറ്റ് ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോ ഇത് കുളിച്ച് പല്ലി വെച്ച് തന്നെ വെയിറ്റ് ചെയ്യട്ടെ. ഞങ്ങൾ ഫുഡ് കഴിക്കാണ്ട് വന്നേക്കാണ്. എന്താ പറയാ, നിങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഊബർ ബുക്ക് ചെയ്തേക്കാം. ഊബർ ബുക്ക് ചെയ്തിട്ട് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യുവാണ്. ഇനിയിപ്പം അമ്മയുടെ ഊബർകാരൻ മന്നവരെ വെയിറ്റിങ്. ഇനി വന്നിട്ട് വേണം പോകാൻ. ഓക്കെ, ഇനി നമ്മൾ ബണ്ണാർഘട്ടയിലൊക്കെ പോകണം. ബണ്ണാർഘട്ട പോയിട്ട് നാഷണൽ പാർക്കിൽ പോയിട്ടാണ് അവിടുത്തെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. റെയിൽവേ സ്റ്റേഷൻ എത്തി ഊബർ ബുക്ക് ചെയ്തിട്ട് ഞാൻ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഫുഡ് കഴിച്ച് പിന്നെ ഊബറിന് ഇവിടെ നിന്ന് ബണ്ണാർഘട്ട വരെ 250 രൂപ ഉള്ളൂ. അപ്പൊ നിങ്ങള് ഊബറൊക്കെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കര ഹെവി ചാർജ് ആവും. ഇപ്പൊ റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടില് ഈ സ്ഥലത്ത് നിൽക്കുവാണ്. ഓക്കെ, അങ്ങനെ കാർ കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചു വരുമ്പോ കാണാം. ഇറങ്ങിക്കോ വഴി പറഞ്ഞെടുത്തേ. അങ്ങനെ ഞങ്ങൾ ഊബർ അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇനി ബാംഗ്ലൂരിന്റെ സിറ്റിയുടെ ട്രാഫിക് ഒന്ന് എൻജോയ് ചെയ്തിട്ട് എറണാകുളത്തെ ട്രാഫിക് ഒന്നും മടുത്ത് ഞങ്ങൾ വന്നിരിക്കുകയാണ്. പറയണൊക്കെ ഉണ്ട്. ബൊമ്മനാളി ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ അടിപൊളിയാട്ടോ. പരിപാടി കടപ്പാട് നിറച്ച് പോലീസുകാരെ പക്ഷെ കാണാൻ പറ്റുന്നത്. ഇതാണ് ഈ കിടക്കണൊക്കെ പോലീസിന്റെ വണ്ടിയാണോ? ബാംഗ്ലൂരത്തെ MG റോഡിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡ് ഫുള്ള് മരങ്ങളാ. ഇവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ മരങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. കടയാണെങ്കിലും പിന്നെ ബ്ലോക്കും നല്ല ബ്ലോക്കുണ്ട്. ഇവിടെ നിന്ന് ഇറക്കാം. കെട്ടിടങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ല സ്ക്വയർ ടൈപ്പിലാണ് നിൽക്കുന്നത്. നല്ല സ്ക്വയർ ടൈപ്പ്.